ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ രക്തം പറയുന്നത്, ഒന്നാമത്തെ ആദം മണ്ണിൽ നിന്നുള്ളവൻ, ഒടുക്കത്തെ ആദാം വിണ്ണിൽ നിന്നുള്ളവൻ. അവൻ മനുഷ്യന്റെ രക്തത്തിന്റെ സ്പർശം. 144 ഒന്നാം വാക്യം, സങ്കീർത്തനങ്ങൾ 144:1. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. മതി. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ അകത്താണെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. പക്ഷേ യുദ്ധനിമിത്തം ക്ഷീണിച്ചും അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. വാർ ആൻഡ് ബാറ്റിൽ, യുദ്ധവും പോരും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. യുദ്ധമെന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നതാണ് യുദ്ധം. എന്നാൽ ബാറ്റിൽ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ രണ്ട് ആംഡ് ഫോഴ്സസോ തമ്മിൽ നടക്കുന്ന അല്പസമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് ബാറ്റിൽ. യുദ്ധമെന്ന് പറയുന്നത് വളരെ നാളുകൾ നീണ്ടു നിൽക്കുവാൻ സാധ്യതയുണ്ട്. യുദ്ധം, പോര്, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അവൻ യുദ്ധത്തിന് കൈ മുഴുവനും ആവശ്യമുണ്ട്, എന്നാൽ ബാറ്റിലുകൾക്ക് വിരലുകൾ കൊണ്ട് ചെയ്യുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. അപ്പം യുദ്ധമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്, ആത്മീയ യുദ്ധമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളും പിശാചുമായിട്ടുള്ളൊരു യുദ്ധമാണെന്നാണ്. എന്നാൽ യുദ്ധമെന്ന് പറയുന്നത് നമ്മളും പിശാചുമായിട്ടല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ദൈവത്തിൻ്റെ രാജ്യവും പിശാചിൻ്റെ രാജ്യവും, അന്ധകാര മണ്ഡലവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൂതന്മാരും നമ്മളും ഒരുമിക്കുന്ന ദൈവരാജ്യം, ദൈവസഭ, ഇത് തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് നമ്മളാണ് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മുഴി ലോഡും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. എന്നൊരു കാര്യം തിരിച്ചറിയുക, യുദ്ധം നടക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ഹല്ലേലൂയ. ഞാനും ദൈവരാജ്യവും പിശാചിന്റെ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴുള്ള പ്രത്യേകത, നമ്മുടെ മുൻപിൽ അണിനിരന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ മുഴു സൈന്യവുമാണ്. ഹല്ലേലൂയ. അത് പരാജയപ്പെട്ടു പോകുന്ന യുദ്ധമല്ല, അത് ജയിക്കുവാനുള്ള യുദ്ധമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, നിരന്തരമായ അല്ലെങ്കിൽ നീണ്ട വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ ആ വ്യക്തിക്ക് നീതി ലഭിച്ചു. നീണ്ട വർഷങ്ങൾ നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിനുള്ളിൽ അവർക്ക് നീതി ലഭിച്ചു. അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ക്യാൻസറുമായിട്ടുള്ള ബാറ്റിലിന് ശേഷം, യുദ്ധമെന്നല്ല ബാറ്റിലിന് ശേഷം ആൾ മരിച്ചു, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചു. ഈ ബാറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ മുഴു ശക്തിയും നമ്മുടെ മുഴു ബലവും ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബാറ്റിൽ. പ്രൈസ് ഗോഡ്. അവൻ യുദ്ധത്തിനായി എൻ്റെ കരങ്ങളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. നിങ്ങൾക്ക് യുദ്ധമുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ യുദ്ധമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ യുദ്ധമാണ്. ദൈവരാജ്യത്തിൻ്റെ യുദ്ധത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സൈന്യമുണ്ട്. നമ്മൾ ജയിക്കുവാൻ പോകുന്ന ഒരു യുദ്ധത്തിലല്ല, ജയിച്ച ഒരു യുദ്ധത്തിൽ നിന്നുമാണ് നമ്മൾ പോരാടുന്നത്. നമ്മുടെ കർത്താവ് ഓൾറെഡി കാൽവറിയിൽ ജയിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജയിച്ചു കഴിഞ്ഞ അവൻ ആ ജയത്തിൽ നിന്നുമാണ് നമ്മൾ പോരാടുന്നത്. പ്രൈസ് ഗോഡ്. നമുക്ക് പോരാട്ടമുണ്ട്. ഓരോരുത്തർക്കും ഓരോ മേഖലകളിലായിരിക്കും പോരാട്ടം. ചിലർക്ക് കോപമായി പോരാട്ടമുണ്ട്, ചിലർക്ക് ദേഷ്യം അല്ലെങ്കിൽ മുൻകോപവുമായി പോരാട്ടമുണ്ട്, ചിലർക്ക് അസൂയമായി പോരാട്ടമുണ്ട്, ചിലർക്ക് മറക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുമായി പോരാട്ടമുണ്ട്, ചിലർക്ക് രോഗമായി പോരാട്ടമുണ്ട്, ചിലർക്ക് കടബാധ്യതയുമായി പോരാട്ടമുണ്ട്. പോരാട്ടങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസമായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ജയം തരുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു യുദ്ധം നടക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. യുദ്ധങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട്. ആദ്യത്തെ യുദ്ധം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രഹാം പോയി ചെയ്ത യുദ്ധമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ യുദ്ധം. അങ്ങനെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും ഈ സമയത്തും യുദ്ധങ്ങളുണ്ട്.
ഹല്ലേലൂയ. അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധം, രാജ്യങ്ങൾ കീഴടക്കുവാനുള്ള യുദ്ധം, സമ്പത്തിന് വേണ്ടിയുള്ള യുദ്ധം, ശക്തി തെളിയിക്കുവാനുള്ള യുദ്ധം, അങ്ങനെ പല തരത്തിലുള്ള യുദ്ധങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ആത്മയുദ്ധമുണ്ട്. വചനം പറയും നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ ജയിച്ച ഒരു ജയാളിയാണെന്ന് വിശ്വസിക്കുന്നത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില വാക്കുകൾ നിങ്ങൾ പറഞ്ഞു വിടുന്നത് അറിയാതെയാണെങ്കിലും എവിടേക്കോ വന്ന് തിരിഞ്ഞു കൊത്തുന്നത് പലരുടെയും ജീവിതത്തിലെ അനുഭവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പക്ഷെ നെഗറ്റീവ് പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇഫക്റ്റ് കൊണ്ടുവരുവാൻ കഴിയും. വചനത്തിന് വിരുദ്ധമായ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇഫക്റ്റ് കൊണ്ടുവരുവാൻ കഴിയും. ഈ പകൽ പ്രാർത്ഥന എപ്പോഴാണ് അധികാരത്തോടെ ആകുന്നത്? പ്രൈസ് ഗോഡ്. പ്രാർത്ഥന അധികാരത്തോടെ ആകുന്നത് ദൈവ വചനത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ അധികാരം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത്. അപ്പോൾ യുദ്ധത്തിന് ഒരു കാരണമുണ്ട്. യുദ്ധത്തിന് ആയുധം വേണം, അല്ലേ? ആയുധങ്ങൾ വേണം. ആയുധങ്ങളില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. യുദ്ധത്തിന് ഒരു സ്ട്രാറ്റജി വേണം. ഏതൊരു യുദ്ധത്തിൻ്റെയും പ്രധാനപ്പെട്ട അത് ജയിക്കുകയോ തോക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പിൻപിലെ പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് അവർ തങ്ങളുടെ ശത്രുവിനെ, അവൻ്റെ ശക്തിയെ, ബലഹീനതയെ നല്ലവണ്ണം അറിഞ്ഞിരുന്നു. അതുപോലെ യുദ്ധം ചെയ്യുന്നവൻ എൻ്റെ ശക്തി, എൻ്റെ ബലഹീനത എന്താണെന്ന് നല്ലവണ്ണം അറിഞ്ഞിരുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണ്, നിങ്ങളെ നടത്തുന്നത് ആരാണ്, ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ചില പ്രാർത്ഥനകളുടെ മേൽ ഈ പകൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കാൻ പോകുകയാണ്. ഈ പകൽ നമ്മൾ അപേക്ഷിക്കുന്നവരല്ല, ചില വിഷയങ്ങളോട് നമ്മൾ കൽപ്പിക്കുന്നു. വി ആർ സെർവിങ് നോട്ടീസ്. ഇതാണ് നിന്റെ അവസാനത്തെ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഓക്കെ, മതി. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധത്തിൽ ജയിക്കുവാനുള്ള ചില പ്രധാന ആയുധങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൻ്റെ കീഴിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബന്ധനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോരാട്ടങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിൻ്റെ മേൽ ജയമുണ്ട്. ഇതിൻ്റെ മേൽ ജയമുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്, പക്ഷേ പോരാട്ടങ്ങളുടെ മേൽ നിനക്ക് ജയമുണ്ട്. വചനം പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചന ഹേതുവായിട്ടും ജയിച്ചു. And they overcome, ഞാൻ ആംപ്ലിഫൈഡ് വേർഷൻ വായിക്കുന്ന, and they overcame and conquered him because of the blood of the lamb and because of the word of their testimony. അവർ ആരാണ്? ദൈവമക്കൾ. അവനെ ജയിച്ചു. ആരെ ജയിച്ചു? പിശാചിനെ ജയിച്ചു. എങ്ങനെ? കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യ വചനത്താലും ജയിച്ചു. ഞാൻ ഇതിനകത്ത് പ്രധാനമായി പകൽ ഫോക്കസ് ചെയ്യുവാൻ ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ച കാര്യം യേശുവിൻ്റെ രക്തമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ രക്തം ദേവദാസന്മാരൊക്കെ എത്ര സീരിയസ് എടുത്താലും തീരാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാം പറയുവാൻ സാധ്യമല്ല. പക്ഷേ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ആര് ജയിച്ചു? ദൈവമക്കൾ ജയിച്ചു. ആരെ ജയിച്ചു? പിശാചിനെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും കുഞ്ഞാടിൻ്റെ രക്തത്താലും ജയിച്ചു. ഒരു പദം എടുക്കുകയാണ്, ശത്രു. ആരാണ് ശത്രു? ആരാണ് ശത്രു? നമുക്കുള്ളത് ഒരു കോമൺ എനിമിയാണ്. പൊതുവായ ഒരു ശത്രു മാത്രമേ നമുക്കുള്ളൂ. അതാരാണ്? നമുക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ. ഒരുപാട് ശത്രുക്കളില്ല. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യേണ്ട മേഖലകളെ ദൈവാത്മാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ചില വിടുതലുകളുമായി നിങ്ങൾ മടങ്ങിപ്പോകും. നമുക്ക് ശത്രുക്കൾ ഒരുപാടില്ല. നമുക്ക് ഒരു ശത്രു മാത്രമേ ഉള്ളൂ, അത് പിശാചാണ്. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, അവൻ എനിക്ക് ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് വിശ്വാസത്തോടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്നത് ചില മനുഷ്യരുടെ മുഖങ്ങളാണെങ്കിൽ
എവിടെയോ പ്രാർത്ഥനയ്ക്ക് പിൻപിൽ പ്രശ്നമുണ്ട്, എവിടെയോ തിരിച്ചറിവിന് പിൻപിൽ പ്രശ്നമുണ്ട്. നിങ്ങളുടെ മുൻപിൽ ശത്രുക്കളുടെ മുൻപാകെ ദൈവം എനിക്ക് മേശയൊരുക്കുന്നു എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എനിക്ക് സുനിൽ ബ്രദറുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ 3-4 പേരുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ആരാ, കുഴപ്പമില്ലല്ലോ. പല പേരുകളുള്ളതുകൊണ്ട് എക്സാമ്പിളായിട്ട് പറയാൻ പ്രശ്നമില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശയൊരുക്കുന്നു. ഇത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് സുനിൽ ബ്രദറിൻ്റെ മുഖമാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ എവിടെയോ തെറ്റിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ മുൻപിൽ മേശയൊരുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ മനുഷ്യരുടെ മുഖമല്ല വരേണ്ടത്. നിനക്ക് ശത്രുക്കളില്ല എന്ന് തിരിച്ചറിയുക. മനുഷ്യർ നമ്മുടെ ശത്രുക്കളല്ല. അങ്ങനെ ആരെങ്കിലും ശത്രുക്കളായി കണ്ടിട്ട് നിങ്ങൾ ഈ വചനം കൺഫസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് മാറ്റിക്കോണം. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടായിരിക്കാം, കുഴപ്പമില്ല. നിങ്ങളെ അവരുടെ മുൻപിൽ മാനിക്കാനും ദൈവം ശക്തനാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ ഒരു മനോഭാവം ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനോഭാവം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അയൽവക്കത്തെ വീട്ടിൽ നോക്കിയിട്ട് എൻ്റെ ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തെ വ്യക്തിയെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ല. നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈ പകൽ നിങ്ങൾ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. പറഞ്ഞാട്ടെ, എനിക്ക് മനുഷ്യരോട് ശത്രുതയില്ല, എനിക്ക് ശത്രുക്കളില്ല. എനിക്കെതിരെ നിൽക്കുന്ന ബോസ് ആയിക്കൊള്ളട്ടെ, വഴക്കുണ്ടാക്കുന്ന അയൽവക്കക്കാരായിക്കൊള്ളട്ടെ, എനിക്കെതിരെ കുറ്റം പറയുന്നവനായിക്കൊള്ളട്ടെ, എന്നെ വിധിക്കുന്നവനായിക്കൊള്ളട്ടെ, എന്നോട് നിരന്തരം ദോഷം ചെയ്തവനായിക്കൊള്ളട്ടെ, എനിക്ക് അവരോട് ശത്രുതയില്ല. കാരണം കാൽവറിയിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നിരപ്പിന്റെ നിയമമാണ്. നമ്മൾ നിരപ്പിന്റെ ശുശ്രൂഷകന്മാരാണ്, ശത്രുതയുടെയും പോരാട്ടത്തിന്റെയും ശുശ്രൂഷകന്മാരല്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ആരോടെങ്കിലും മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട്, ആരോടെങ്കിലും ശത്രുത വെച്ചിട്ട് ആ മനോഭാവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു യാഗമല്ല. ആ പ്രാർത്ഥനയല്ല മാറ്റേണ്ടത്, നിങ്ങളുടെ മനോഭാവമാണ് മാറ്റേണ്ടത്. മാനിക്കുവാൻ ദൈവം ശക്തനാണ്, ഉയർത്തുവാൻ ദൈവം ശക്തനാണ്, നിങ്ങളെ പ്രൂവ് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. പക്ഷെ നമുക്കുള്ള മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ഷമിക്കുകയും പൊറുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനോഭാവമായിരിക്കണം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പൊ നമ്മുടെ ശത്രു ആരാണ്? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ഇവിടുന്ന് വന്നപ്പോൾ നമ്മുടെ ബക്കറ്റിൻ്റെ അകത്ത് കുറേ ശത്രുക്കളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ബക്കറ്റ് കാലിയാക്കിയിട്ടേ പോകാവൂ. നമുക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു മനോഭാവത്തിൽ നമ്മൾ ആയിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആയി. പിന്നെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും, ആരോടെങ്കിലും ശത്രുത വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാത്മാവിൻ്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലുമുള്ള പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര സൈലൻസായി. ഹല്ലേലൂയ. നമുക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ. ആ ശത്രുവിൻ്റെ രാജ്യത്തിനെതിരെയാണ് ദൈവസഭയ്ക്ക് പോരാട്ടമുള്ളത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ആയുധങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വചനം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 10:4. 2 കൊരിന്ത്യർ 10:4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. മതി. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല, അത് കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഒന്നാമത്തേത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഫിസിക്കൽ അല്ല. പ്രൈസ് ഗോഡ്. 2, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം ഡിവൈൻലി പവർഫുൾ ആണ്, ദൈവികമാകുന്ന ശക്തിയുള്ളതാണ്. അത് കോട്ടകളെ ഇടയ്ക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവതാണ്. ഹല്ലേലൂയ. ഡിവൈൻലി പവർഫുൾ. പറഞ്ഞിട്ട് ഡിവൈൻലി പവർഫുൾ. 1, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ മാനുഷികമല്ല, ജഡികമല്ല, ഫിസിക്കൽ അല്ല, അത് ആത്മീകമാണ്. 2, അത് ഡിവൈൻലി പവർഫുൾ, ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ആയുധങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ ശത്രുതയുള്ള ആരോടാണെന്നറിയാമോ? നമ്മുടെ അകത്തിരിക്കുന്ന പഴയ മനുഷ്യനോടും കൂടാ. ഇവനാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പോരാട്ടമുള്ളത് നമ്മുടെ അകത്ത്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾക്കെതിരെ പോരാടുന്ന ചിന്തകളോടും വിചാരങ്ങളോടുമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ എല്ലാ ചിന്തകളെയും നിങ്ങൾ ക്യാപ്റ്റീവ്, അതിനെ പിടിച്ചടക്കണം. അപ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ
ഒരു വീട്ടിൽ നിന്ന്, അവരുടെ കോഴിക്കൂട്ടിൽ നിന്ന് നിരന്തരം മുട്ടകൾ കാണാതെ പോവുകയാണ്. അപ്പോൾ അവർ ഉറപ്പിച്ചു ഇത് അയൽവക്കക്കാരൻ തന്നെയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം അടച്ചിട്ടിരിക്കുന്ന കോഴിക്കൂട്ടിൽ നിന്ന് ആരെടുത്തുകൊണ്ട് പോകാനാ മുട്ട? പിന്നെ ക്യാമറ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പാമ്പാ വന്ന് മുട്ട തിന്നുന്നു. നമ്മൾ പല യുദ്ധങ്ങളും ജയിക്കാത്തത് വി ആർ ഫൈറ്റിംഗ് വിത്ത് ദ റോങ് എനിമി. നമ്മളുടെ ആയുധങ്ങൾ ഫലിക്കാത്തത് നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാതെയാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ മനുഷ്യനാണ് എൻ്റെ ശത്രു, ഇവനാണ് എന്നോട് പോരാടുന്നത്. നമ്മൾ അവരോട് പോരാടി അവർക്ക് വിരുദ്ധമായി പറഞ്ഞ് അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറഞ്ഞു, അവർ 2 ചെയ്യുമ്പോൾ നമ്മൾ 3 ചെയ്തു. നമ്മൾ ക്ഷീണിച്ചു പോവുകയാണ്. വി ആർ ഫൈറ്റിംഗ് വിത്ത് ദ റോങ് എനിമി. നിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മനുഷ്യരല്ല, സർപ്പമാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ നീ പറയും, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് അഭിഷിക്ത കൽപ്പിക്കുന്നു, നിനക്കെന്റെ ഒരു വീട്ടിൽ ഒരു കാര്യവുമില്ല, ഇപ്പോൾ തന്നെ പുറത്തു പോവുക. നിന്റെ ആരോഗ്യത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ കൂടോത്രമല്ല, മറ്റുള്ളവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളല്ല. നിന്റെ ആരോഗ്യത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് വേറെ ഒരു ശത്രുവാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ അതിനെ നോക്കി പറയുക, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഈ പകൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു, എന്റെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാ ക്ഷീണങ്ങളും രോഗങ്ങളും ഇപ്പോൾ പുറത്തു പോവുക. ഹല്ലേലൂയ. ഇത് ജയത്തിൽ നിന്നുമുള്ള പോരാട്ടമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ഇനി മുതൽ നമുക്ക് ശത്രുക്കളില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഇനി തെറ്റായുള്ള ശത്രുവിനോട് പോരാടി ക്ഷീണിക്കാതിരിക്കുക. Praise God. ആ പ്രശ്നങ്ങളുടെ പുറകിൽ, മനുഷ്യരുടെ പുറകിൽ നിൽക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങൾ ജയിക്കുമ്പോഴാണ് സ്പിരിച്വൽ വാർഫെയർ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്, ബാറ്റിലുകൾ ജയിക്കുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന മുഖം മനുഷ്യൻ്റെ ആയിരിക്കും, അവനായിരിക്കും നിങ്ങളോട് പോരാടി നിൽക്കുന്നത്. പക്ഷേ ശരിക്കും മനുഷ്യരോടല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞ് നിങ്ങളതിനെ ജയിക്കുവാൻ തയ്യാറാവുക. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. ജയിച്ചു എന്നെപ്പോഴാണ് പറയുന്നത്? ഒന്ന് യുദ്ധം ജയിക്കണം, അല്ലെ ബാറ്റിൽ ജയിക്കണം, അല്ലെങ്കിൽ രോഗത്തോട് പൊരുതി ജയിക്കണം, അല്ലെങ്കിൽ പരീക്ഷയിൽ പാസ്സാകണം. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ ജയിച്ചു എന്ന് പറയത്തുള്ളൂ അല്ലേ? നമ്മൾ ജയിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലുമാണ്. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മാറും. ഇന്ന് പല സഭകളിലും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ല, പല ദൈവദാസന്മാരും ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ല, പലരും ഇതിനെക്കുറിച്ച് ധ്യാനിക്കാറില്ല. എന്നാൽ എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചില സമയങ്ങളിൽ ഹല്ലേലൂയ, രക്തത്തിൻ്റെ ശക്തിയെ നമ്മളിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കുന്ന വിടുതലുകളും സൗഖ്യങ്ങളും ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഭയങ്കര ദൈവ സാന്നിധ്യത്തിൻ്റെ പകർച്ച അടുത്ത ചില മിനിറ്റുകൾക്കകത്ത് ഇതിനകത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ റബ ശഖ മാരാന്തല റബോ ശാന്തല റബ റാന്തബോ ശിയാന്തരമാന ഹന്ദലബോ ശാന്തര ജനാദിയ റിമാന ജന സന്തര ജഗൽ ഖമാന ഗദര. യേശുവിന്റെ രക്തത്താൽ ക്ഷയം വ്യാപരിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ക്ഷയം വ്യാപരിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ക്ഷയം വ്യാപരിക്കട്ടെ. ഓ റമന ഹന്ദൽ പ്രവാനകശിയാദന അർദ്ധജാനിയ ഹൃഗൽഖമാനകദര. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടി ജയിക്കുവാനുള്ള ഒരു ദൈവകൃപ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. റിയാം ഷാനി അറഗൽഖോനിയ റബൽ പ്രഭാന വൈശജാദന ഹംസസിയാന്തനാദന. താങ്ക് യു ജീസസ്. എത്ര പേരിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ട്? ഓ ലോർഡ്, വി താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ടാഞ്ചിബിളായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള വിടുതലുകൾ, നിങ്ങൾക്കുള്ള സൗഖ്യങ്ങൾ, നിങ്ങൾക്കുള്ള അത്ഭുതങ്ങൾ ഈ സാന്നിധ്യത്തിൻ്റെ അകത്തുണ്ട്. റിസീവ് ദ പ്രസൻസ്, റിസീവ് ദി അനോയിന്റിങ്. ആ സാന്നിധ്യത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്.
Thank you, Holy Spirit. Blessed be your name. Blessed be your name. Blessed be your name. Thank you, Holy Spirit. We love you, Lord. അവർ ശത്രുവിനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. ഞാൻ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിലേക്ക് വരുന്നതിന് മുമ്പായി ആ സാക്ഷ്യവചനം എന്നുള്ളൊരു വാക്കിനെ എടുക്കുകയാണ്. ദ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, തങ്ങളുടെ സാക്ഷ്യവചനം. ടെസ്റ്റിമണി എന്ന് പറയുമ്പോൾ, സാക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെക്കുറിച്ചുള്ള സാക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കും. അത് ശരിയാണ്. പക്ഷേ ഇവിടെ പറയുന്ന വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, സാക്ഷ്യവചനം എന്ന് പറയുന്നത് ഈ കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവ് കാൽവറിയിൽ എനിക്ക് എന്ത് ചെയ്തു എന്നുള്ള അവരുടെ കൺഫെഷൻ, അവരുടെ പ്രഖ്യാപനത്തെയാണ് വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡെയിലി ജയം അനുഭവിക്കണമെങ്കിൽ, പോരാട്ടങ്ങളിൽ ജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലായി നിങ്ങളുടെ കുടുംബത്തിന് യേശുവിൻ്റെ രക്തം എന്തു ചെയ്തുവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. എത്ര ശ്രദ്ധിച്ചു? പോരാട്ടങ്ങളിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ രക്തം എന്തു ചെയ്തുവെന്ന്, കാൽവറിയിൽ കർത്താവ് എന്തു ചെയ്തുവെന്ന് നിങ്ങൾ ഡെയിലി പ്രഖ്യാപിക്കണം. നമ്മുടെ പ്രഖ്യാപനങ്ങൾ വചനത്തിൽ നിന്നുമായിരിക്കണം. നമ്മൾ ഡെയിലി വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. വിശ്വാസം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശാപം പറയരുത്, അനുഗ്രഹം പറയുക. കുഞ്ഞുങ്ങളെ നോക്കി ഉയർച്ച പറയുക, സഭയെ നോക്കി ഉയർച്ച പറയുക, രാജ്യങ്ങളെ നോക്കി ഉയർച്ച പറയുക. ഹല്ലേലൂയ. നമ്മുടെ ഒരു ദിവസം നമ്മൾ 10 വാക്യങ്ങൾ അല്ലെങ്കിൽ 10 കാര്യങ്ങൾ കൺഫസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെജോറിറ്റി യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചായിരിക്കണം, അല്ലെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തതായിരിക്കണം. അനുഗ്രഹിക്കപ്പെടുമെന്നും ഉയരുമെന്നും പ്രമോഷൻ കിട്ടുമെന്നെല്ലാം പറഞ്ഞോ, നല്ലതാണ്. പക്ഷേ നമ്മുടെ മെജോറിറ്റി ഓഫ് കൺഫെഷൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചായിരിക്കണം. കാൽവറിയിൽ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തത് എന്നതിനെക്കുറിച്ചായിരിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്കാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ജയിച്ചു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. ഒരു വാക്യം 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. മതി, എല്ലാവരും ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ യേശു എനിക്ക് ആരാണ്? വിസ്ഡം ഫ്രം ഗോഡ്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി എന്നെ അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ യേശു എന്ന് പറയുന്നത് എൻ്റെ വിസ്ഡമാണ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി തീർന്നു. നീതി, അവന് ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചു, നമ്മളെ നിരപ്പിച്ചു. അപ്പോൾ യേശു എൻ്റെ ആരാണ്? യേശു എൻ്റെ നീതിയാണ്. ശുദ്ധീകരണം, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന പാപികളായിരുന്ന നമ്മളെ അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. അപ്പോൾ യേശു എൻ്റെ ശുദ്ധീകരണമാണ്. അടുത്തത് പറയുന്നു വീണ്ടെടുപ്പായി തീർന്നു. ഹല്ലേലൂയ. നശിച്ചു പോയ പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന എന്നേക്കും തകർന്നു പോകേണ്ടിയിരുന്ന പിശാചിന്റെ രാജ്യത്തിൽ നിന്നും അവൻ എന്നെ വീണ്ടെടുത്തു. അപ്പോൾ യേശു എൻ്റെ വീണ്ടെടുപ്പാണ്. നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ പറയണം, ജീസസ് ഈസ് മൈ വിസ്ഡം, ജീസസ് ഈസ് മൈ റൈച്ചസ്നെസ്, ജീസസ് ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ജീസസ് ഈസ് മൈ റിഡംഷൻ. ഹല്ലേലൂയ. വീണ്ടും വിളിച്ചു പറഞ്ഞാട്ടെ, ജീസസ് ഈസ് മൈ വിസ്ഡം, അവൻ എനിക്ക് ജ്ഞാനമാണ്. ജീസസ് ഹല്ലേലൂയ ഈസ് മൈ റൈച്ചസ്നെസ്, അവൻ എൻ്റെ നീതിയാണ്. ജീസസ് ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ, അവൻ എനിക്ക് ശുദ്ധീകരണമാണ്, എൻ്റെ ശുദ്ധീകരണമാണ്. ജീസസ് ഈസ് മൈ റിഡംഷൻ, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ പകൽ നിങ്ങളുടെ ജ്ഞാനത്തിലല്ല, നിങ്ങളുടെ വിശുദ്ധിയിലല്ല, നിങ്ങളുടെ ശക്തിയിലല്ല. യേശുവിന്റെ ജ്ഞാനമാണ്, യേശുവിന്റെ വിശുദ്ധീകരണമാണ്, യേശുവിന്റെ നീതിയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട്, കുടുംബ മഹിമ കൊണ്ട് ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അവൻ വചനം പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ 7 അയൽവക്കത്ത് പോലും ഡിപ്രഷന്റെ തോട്ടുകൾക്ക് വരുവാൻ കഴിയത്തില്ല. ദൈവസഭ അധികാരത്തിലേക്ക് കയറേണ്ടിയ ഒരു സമയത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ശത്രുവിനെ, ഇടയ്ക്കിടയ്ക്ക് മോട്ടിച്ചു കൊണ്ടുപോകുന്ന ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പോരാടുന്നത് ജഡത്തിൽ നിന്നുമല്ല, എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമല്ല. യേശു എന്റെ നീതിയാണ്, യേശു എന്റെ ശുദ്ധീകരണമാണ്, യേശു എന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കൺഫെഷൻസ്, പ്രഖ്യാപനങ്ങൾ ചേഞ്ച് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ജയം കണ്ടിരിക്കും. യേശു ചെയ്യാത്തത് കൊണ്ടല്ല, ഇത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ബൈ ഫെയ്ത്ത് ഇതിനെ റിസീവ് ചെയ്ത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇതിൻ്റെ പവർ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകുന്നത്. ചിലതിനെ ആക്ടിവേറ്റ് ചെയ്താൽ ഈ പകൽ നിങ്ങൾ ജയം കാണാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ മെസ്സേജിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ പൊങ്ങിയിരിക്കുന്ന ചില കോട്ടകൾ ഇടിഞ്ഞിരിക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ പറഞ്ഞു, ഓരോ കുടുംബത്തിനും എന്ത് ചെയ്യണം? കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണം. സംഹാരകൻ തൊടാതിരിക്കണമെങ്കിൽ ഓരോ കുടുംബത്തിനു വേണ്ടിയും കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ആ പാത്രത്തിലിരിക്കുന്ന എണ്ണ ഈസോപ്പ് തണ്ടുകൾ കൊണ്ട് നിങ്ങൾ പുരട്ടണം, രക്തം പുരട്ടണം. പുതിയ നിയമത്തിൽ ഈസോപ്പ് തണ്ടെന്ന് പറയുന്നത് നമ്മുടെ അധരമാണ്. പാത്രം തളികയ്ക്കകത്ത്, രക്തം തളികയ്ക്കകത്തിരുന്നാൽ അതിന് ശക്തിയില്ല. അത് ഈസോപ്പ് തണ്ടുകൊണ്ട് കട്ടിളപ്പടിമേൽ പുരട്ടുമ്പോഴാണ് അത് ബാധ ഒഴിഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അധികാരമുണ്ട്. വചനം യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെ നിങ്ങൾ അടക്കി വെച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഇഫക്റ്റും ഇല്ല. പക്ഷേ ഇതിനെ നമ്മൾ റിസീവ് ചെയ്ത് ഈ സോപ്പ് തണ്ടുകൾ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അധികാരം വെളിപ്പെട്ടു വരുന്നത്. നാവ് തുറന്ന് സംസാരിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. അവർ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു. നിങ്ങൾ നാവിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വചനത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ, നാവിൻ്റെ അധികാരം, വചനത്തിൻ്റെ ശക്തി, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. വേർഡ്സ് എന്ന് പറയുന്നത്, വാക്കുകൾ എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ്. ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പറഞ്ഞാട്ടെ, ജീസസ് ഈസ് മൈ വിസ്ഡം, ജീസസ് ഈസ് മൈ റൈച്ചസ്നെസ്, ജീസസ് ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ, ജീസസ് ഈസ് മൈ റിഡംഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് വായ തുറന്ന് നിങ്ങൾ പറയണം. ഒരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഈ വചനം ശ്രദ്ധിക്കണം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. Thou shall also decree a thing and it shall be established. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, തെളിയിക്കുക. നീ ഒരു കാര്യത്തെ ഡിക്രീ ചെയ്താൽ, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലെന്നല്ല, ഡിക്രീ ചെയ്താൽ it shall be established. നിങ്ങൾ പറയുകയാണ്, ഇന്നെൻ്റെ രോഗത്തിൻ്റെ അവസാന ദിവസമാണ്, ഇന്നെൻ്റെ പ്രശ്നത്തിൻ്റെ അവസാന ദിവസമാണ്. കാരണം കാൽവറിയിൽ യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. നീ ഇതിനെ ഡിക്രീ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത് സ്ഥാപിക്കപ്പെടും, ഇത് തെളിയിക്കപ്പെടും. ഇറ്റ് ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. പറഞ്ഞാട്ടെ, ഡിക്രീ എ തിങ് ആൻഡ് ഇറ്റ് ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. നിങ്ങൾ പറയുക, നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് അത് തെളിഞ്ഞു വരും. പ്രൈസ് ഗോഡ്. പാത്രത്തിൻ്റെ അകത്ത്, തളികയ്ക്കകത്ത് രക്തമിരുന്നാൽ
സംഹാരകൻ വീടിൻ്റെ അകത്ത് കയറി. രക്തത്തിന് ശക്തി ഉണ്ടല്ലേ? രക്തം ചെയ്യാൻ പറഞ്ഞത് ആരാണ്? ദൈവമാണ് പറഞ്ഞത്. പക്ഷേ ഈ രക്തം എടുത്തിട്ട് തളികയ്ക്കകത്ത് വീട്ടിലെ മേശപ്പുറത്തിരുന്നാൽ സംഹാരകൻ അകത്ത് കയറും. ആര് ഈ സോപ്പ് തണ്ടുകൊണ്ട് ഇതിനെ പുരട്ടുന്നുവോ അവരെ ഇത് ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ അകത്തിരിക്കുന്നതിനെ നിങ്ങൾ വിശ്വാസത്താൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്, നിങ്ങളതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങളുടെ കൺഫെഷൻസിൽ ഞാൻ പറഞ്ഞതുപോലെ 10 വാക്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനി മെജോറിറ്റി എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയായിരിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ യേശുവിൻ്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് ഈ പഴയ ഉപദേശന്മാരൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒത്തിരി പറയുവാൻ, നമ്മളൊന്നും അത്രയും പറയത്തില്ല. ഇത് പറയുന്നത് ചുമ്മാ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി അല്ല. ഇത് പറയുമ്പോൾ ഞാൻ രക്തത്തെ അപ്ലൈ ചെയ്യുകയാണ്. പറയുകയാണ് യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ നേരെ ഇതിനെ അപ്ലൈ ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുണ്ട്. ചിലർ നിങ്ങൾക്കറിയാമോ, ആത്മമണ്ഡലത്തിൽ രക്തത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾ മന്ത്രവാദികളോട് ചോദിച്ചാൽ ദൈവമക്കളെക്കാട്ടിൽ കൂടുതൽ അവർ പറഞ്ഞു തരും രക്തത്തിൻ്റെ ശക്തി എന്താണെന്ന്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. ലേവ്യ പുസ്തകം 17:11. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മതി. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഫോർ ദ ലൈഫ് ഓഫ് എ ക്രീച്ചർ ഈസ് ഇൻ ദ ബ്ലഡ്. രക്തത്തിൻ്റെ അകത്താണ് ശക്തി, രക്തത്തിൻ്റെ അകത്താണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മമണ്ഡലത്തിൽ രക്തത്തിന് ഭയങ്കര പ്രത്യേകത. അവർ കോഴിയെയും ആടിനെയും ഒക്കെ യാഗം കഴിച്ച് കുറച്ചുകൂടി ഡിഗ്രി കൂട്ടി ഇപ്പം നരബലിയൊക്കെ നടത്തുന്നതിൻ്റെ പിൻപിലുള്ള റീസൺ ഇതാണ്. ദേ നോ ദ പവർ ഓഫ് ദ ബ്ലഡ്. പക്ഷെ അവർ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ജീവൻ ഇരിക്കുന്നത് ബ്ലഡിൻ്റെ അകത്താണ്. രക്തത്തിൻ്റെ അകത്താണ് ജീവൻ ഇരിക്കുന്നത്. ഫോർ ദ ലൈഫ് ഓഫ് എ ക്രീച്ചർ ഈസ് ഇൻ ദ ബ്ലഡ്. മാംസത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, രക്തം സംസാരിക്കുന്നു. രക്തം സംസാരിക്കുന്നു. എബ്രായ ലേഖനം 12:24. എബ്രായ ലേഖനം 12:24. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. വാക്യം ശ്രദ്ധിച്ചോണം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തം ദൈവത്തോട് സംസാരിച്ചു, നിലവിളിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ ഈ മെസ്സേജിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊരിയപ്പെട്ട രക്തത്തെ പറ്റി ഓർത്ത് എല്ലാവരും വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? രക്തം സംസാരിക്കും. രക്തം സംസാരിക്കും. നിന്റെ സഹോദരന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു, ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഹാബേലിന്റെ രക്തം സംസാരിച്ചു. പക്ഷേ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആത്മമണ്ഡലത്തിൽ ബ്ലഡ് സംസാരിക്കും. ഇവിടെ സംസാരിക്കും, ഭൗതിക മണ്ഡലത്തിൽ സംസാരിക്കും. അതിനെക്കാട്ടിലും ശക്തമായി ആത്മമണ്ഡലത്തിൽ ബ്ലഡ് സംസാരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും വിഷയം ഉണ്ടായപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം എഴുതി കൊടുക്കുന്നത് എന്താണ്? ബ്ലഡ് ടെസ്റ്റ്. കാരണം ഈ ബ്ലഡ് സംസാരിക്കും. ഇവൻ എന്തൊക്കെ പ്രശ്നമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പിതൃത്വത്തെ തൊഴിലോ പ്രശ്നം വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് സംസാരിക്കും. ഇവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ശരീരത്തിലുള്ള മുഴുവനും ആ ബ്ലഡ് സംസാരിക്കും. യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നത്. നമ്മളുടെ രക്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഹല്ലേലൂയ ഷുഗറിൻ്റെ ലെവലും കൊളസ്ട്രോളിൻ്റെ ലെവലും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബ്ലഡ് സംസാരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ ബ്ലഡ് പറയുന്നത്
ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ രക്തം പറയുന്നത്, ഒന്നാമത്തെ ആദം മണ്ണിൽ നിന്നുള്ളവൻ, ഒടുക്കത്തെ ആദാം വിണ്ണിൽ നിന്നുള്ളവൻ. അവൻ മനുഷ്യന്റെ രക്തത്തിന്റെ സ്പർശനമില്ലാത്ത ഒരാദം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവന്റെ രക്തത്തിലേക്ക് പാപം കയറി വന്നു. എന്നാൽ പാപത്തിന്റെ സ്പർശനമില്ലാത്ത, മനുഷ്യന്റെ സ്പർശനമില്ലാത്ത ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം. There is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ അകത്ത് ശക്തിയുണ്ട്. Praise God. Hallelujah. Hallelujah. ആമേൻ. ചിന്തപ്പെട്ട നിരപരാധികളുടെ രക്തം ദൈവത്തിന്റെ മുൻപിൽ ആമേൻ പരിഹാരത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല, അവൻ നീതിമാനായ ദൈവമാണ്. എന്നാൽ എന്താണെന്നറിയാമോ, അവരെ ശിക്ഷ വിധിച്ച മരണത്തിലേക്ക് തള്ളിവിടാത്തത് മറു സൈഡിൽ ഒരു രക്തം പിതാവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ രക്തം പറയുന്നത് ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈ രക്തം ചിന്തപ്പെട്ടത്. ഇതിനകത്ത് പാപമില്ല, ഇതിനകത്ത് അശുദ്ധിയില്ല, ഇതിനകത്ത് രോഗമില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ജയം. ഒടുക്കത്തെ ആദാമിന്റെ രക്തത്തിന്റെ അകത്ത് പാപമില്ല, അവന്റെ രക്തത്തിനകത്ത് മരണമില്ല, അവന്റെ രക്തത്തിന്റെ അകത്ത് അശുദ്ധിയില്ല. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. പ്രൈസ് ഗോഡ്. ഈ രക്തം സംസാരിക്കുന്നു. ജീവനിരിക്കുന്നത് രക്തത്തിലാണ്. കഴിഞ്ഞ മുമ്പത്തെ ഞാൻ മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞു, wherever the river flows the life will flourish. അതുപോലെ ഞാൻ പറയുന്നു, wherever the blood flows, wherever the blood is applied, life of God will flow. Life of God will manifest. എവിടെയൊക്കെ യേശുവിന്റെ രക്തം സംസാരിക്കപ്പെടുന്നു, എവിടെയൊക്കെ യേശുവിന്റെ രക്തം ഒഴുകപ്പെടുന്നു, അവിടെ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു, അവിടെ ദൈവത്തിന്റെ ശുദ്ധീകരണം വ്യാപരിക്കുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. നമ്മുടെ ഇന്ത്യയിൽ ചൊരിയപ്പെടുന്ന രക്തങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവൻ നീതിമാനാണ്, അവൻ നമ്മുടെ രാജ്യത്തെ സന്ദർശിച്ചിരിക്കും. അനീതിയുള്ളതിനെ അവൻ ഇളക്കിക്കളയും, അവൻ അനീതിയുള്ളതിനെ തകർത്തുകളയും. കാരണം ഈ രക്തങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രക്തം സംസാരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടെ ബ്ലഡ് വീണാൽ വെള്ളമൊഴിച്ച് കഴുകിക്കളയാം, പിന്നെ നമുക്കതിനെ കാണാൻ കഴിയത്തില്ല നേക്കഡ് ഐസ് കൊണ്ട്. പക്ഷേ ബ്ലഡ് ഇവിടെ നിന്ന് വാഷ് ചെയ്താലും അതിൻ്റെ രക്തം ആത്മമണ്ഡലത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അവനും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ രക്തം ചിന്തപ്പെട്ടു. ഇന്ന് യെരുസലേമിൽ പോയാൽ നമുക്ക് ഭൗതികമായ രക്തത്തിൻ്റെ സ്റ്റെയിൻസ് കാണുവാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും ആ ബ്ലഡ് ദൈവസന്നിധിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ കൊള്ളത്തില്ല, നീ പാപിയാണ്, നീ നീതിയുള്ളവനല്ല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നിന്റെ ചെവിയിൽ പിശാച് നിന്നെ അവൻ തളർത്തുവാൻ നോക്കിയാലും ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് കൺഫസ് ദ പവർ ഓഫ് ദ ബ്ലഡ്. നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ എഴുന്നേറ്റ് വരുന്ന പോലെ തോന്നുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നീ പറയണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ പറ്റി. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. 3, വചനം പറയുന്നു, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചിന്താതെ വിമോചനമില്ല. അതുകൊണ്ടാണ് കാൽവറിയിൽ പഴയ നിയമത്തിലെ പ്രത്യേകത, യാഗങ്ങൾ ചെയ്ത് പാപങ്ങളെ മറച്ചു പിടിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. മറച്ചു പിടിക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം പാപങ്ങളെ മറയ്ക്കുകയല്ല, പാപങ്ങളെ മായ്ക്കുകയാണ്. പറഞ്ഞാട്ടെ, പാപങ്ങളെ മറയ്ക്കുകയല്ല, പാപങ്ങളെ മായ്ക്കുകയാണ്, എന്നേക്കുമായി മായ്ച്ചു കളയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്തത്തിന് കഴുകുവാൻ കഴിയാത്ത ഒരു പാപവും നിങ്ങൾ ചെയ്തിട്ടില്ല. പ്രൈസ് ഗോഡ്. അനേകർ തങ്ങളുടെ പഴയ കാലത്തെ ഓർത്ത് സ്വയം
ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ വന്നിട്ടും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അറിഞ്ഞിട്ടും പഴയ പാപങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിയുക, യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യേശുവിൻ്റെ രക്തം കഴുകുമ്പോൾ ഇങ്ങനെയാണ്, അതൊരു പാപവും ചെയ്തിട്ടില്ലാത്തതുപോലെയാണ് എൻ്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നത്. വചനം പറയുന്നു, അവൻ്റെ രക്തം അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് സകല നിർജീവ പ്രവർത്തികളിൽ നിന്നും നമ്മുടെ മനസ്സാക്ഷിയെ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. രക്തത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകതകൾ, രക്തത്തിൻ്റെ അകത്താണ് ലൈഫ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര ശക്തിയുള്ളത്. 2, രക്തം സംസാരിക്കുന്നു. 3, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. ഇന്നും ആളുകൾ ഈ തിരിച്ചറിവില്ലാതെയാണ് യാഗങ്ങളും ബലികളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്തത്തിലൂടെ, മൃഗങ്ങളുടെ രക്തത്തിലൂടെ അല്ലെങ്കിൽ മനുഷ്യരുടെ രക്തത്തിലൂടെ അവർ ശക്തിയെ സ്വീകരിക്കുവാൻ നോക്കുന്നു. ജീവിതത്തിൽ നന്മകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് വേണ്ടി എന്നേക്കുമായി ചിന്തപ്പെട്ട ഒരു രക്തമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ഈ രക്തത്താൽ കഴുകപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപ സ്വഭാവമായി മുൻപോട്ട് പോകാതെ ഇന്ന് കർത്താവായ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക. അവൻ്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ നീതിമാനാണ്, കാരണം യേശുവിൻ്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനാണ്, കാരണം യേശുവിൻ്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് പോകാൻ നമ്മുടെ മുൻപിൽ സമയം ചുരുക്കമായതുകൊണ്ട് പെട്ടെന്ന് എല്ലാ റെഫറൻസുകളും എടുത്ത് വായിക്കുവാൻ സമയമില്ല. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. 1 പത്രോസ് 1:19 പറയുന്നു, യേശുവിൻ്റെ രക്തമെന്ന് പറയുന്നത് വിലയേറിയ രക്തമാണ്. പറഞ്ഞിട്ട്, വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ്. കാരണം അതിനകത്ത് പാപമില്ല. വേറെ ഒരു രക്തത്തെക്കുറിച്ചും പ്രഷ്യസ് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവായ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് മാത്രമേ അത് പ്രഷ്യസ്, വിശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. 2, ഒറ്റിക്കൊടുത്തവൻ തന്നെ പറഞ്ഞത് ഇത് കുറ്റമില്ലാത്ത രക്തമെന്നാണ്. കുറ്റമില്ലാത്ത രക്തം, വിശുദ്ധമായ രക്തം, കുറ്റമില്ലാത്ത രക്തം. 2 എബ്രായ ലേഖനം അത് മാത്രം ഒന്ന് വായിക്കാമോ മനസ്സിലാ? എബ്രായ ലേഖനം 13:12. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെ പൊക്കി നമ്മളെ ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കൊലോസ്യ ലേഖനം 1:20 പറയുന്നു, അത് സമാധാനമുണ്ടാക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:20 പറയുന്നു, അത് നിത്യ നിയമത്തിൻ്റെ രക്തമാണ്. പറഞ്ഞാട്ടെ, നിത്യ നിയമത്തിൻ്റെ രക്തം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:6 പറയുന്നു, യേശുവിൻ്റെ രക്തം വിടുവിക്കുന്ന രക്തമാണ്. പറഞ്ഞാട്ടെ, വിടുവിക്കുന്ന രക്തം. വെളിപ്പാട് പുസ്തകം 5:9, അപ്പസ്തോല പ്രവൃത്തി 20:28 പറയുന്നു, അവൻ നമ്മുടെ രക്തത്താൽ, അവൻ തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. പറഞ്ഞാട്ടെ, വിലയ്ക്ക് വാങ്ങി. എന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തം. പറഞ്ഞിട്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തം. എന്നെ യേശു വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് എൻ്റെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. എൻ്റെ വില എന്ന് പറയുന്നത്, നിങ്ങളുടെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ അനുഗ്രഹമല്ല ശാപമാണെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, എൻ്റെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ആ വചനത്തിൽ ആ രക്തത്തെക്കുറിച്ച് പറയുന്നു, അത് പ്രഷ്യസ് ആണ്, അത് വീണ്ടെടുക്കുന്നതാണ്, അത് വിശുദ്ധീകരിക്കുന്നതാണ്, അത് സമാധാനമുണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി, ഈ രക്തം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ രക്തം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മെസ്സേജിന് ഇപ്പോഴത്തെ സമയത്തിൽ പ്രത്യേകതയുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്.
ഇന്നലത്തെ ന്യൂസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ ന്യൂസുകളിലും പ്രധാനമായി വരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ്, കുഞ്ഞുങ്ങളെ എങ്ങനെ പുറത്തോട്ട് വിടുവാൻ കഴിയും. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഈ പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ പിശാചിന്, ശത്രുവിന് ലൊക്കേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ മറയ്ക്കുന്ന ഒരു രക്തമുണ്ട്. നിന്നെ പിശാചിന് ലൊക്കേറ്റ് ചെയ്യുവാൻ കഴിയാതെ നിന്നെ മറച്ചു പിടിക്കുന്ന ഒരു രക്തമുണ്ട്. അത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തമാണ്. The blood of Jesus. Hallelujah. സംഹാരകൻ വന്നപ്പോൾ രക്തത്തിന്റെ മുദ്ര കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ കയറുവാൻ അനുവാദമില്ല, ഒഴിഞ്ഞു പോവുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വിദേശത്തോ നാട്ടിലോ അയച്ചു പഠിപ്പിക്കുന്നതിൽ വിഷമിക്കേണ്ട. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് നിങ്ങളുടെ ഉറക്കമിളക്കേണ്ട. ദ ബ്ലഡ് ഓഫ് ജീസസ് അവരെ കവർ ചെയ്യുന്നു. അതുപോലെ ആരെങ്കിലും ഞാൻ ഈ പ്രശ്നങ്ങളിലായിരിക്കുന്ന അവർക്ക് എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ പറ്റിയാണ്. 200 രൂപയ്ക്ക് കിട്ടുന്ന കോഴിയുടെ ബ്ലഡ് യേശുവിന്റെ രക്തത്തെ പെനിട്രേറ്റ് ചെയ്യത്തില്ല. ഏറ്റവും വലിയൊരു യാഗം എനിക്ക് വേണ്ടി അർപ്പിച്ചിട്ട് ആ രക്തത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ മറവിലാണ്. എൻ്റെ മുൻപിൽ നിൽക്കുന്നത്, ഷീൽഡ് പോലെ നിൽക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ആ ഷീൽഡിനെ പെനിട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ശത്രുവുമില്ല, ഒരു ബാധയുമില്ല, ഒരു യാഗവുമില്ല. ഇനി കൂടോത്രത്തെ കുറിച്ചും കോഴിയുടെ തല കണ്ടെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ചെയ്താലും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദികളെ കൊണ്ടുവന്നാലും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നിന്നെ ഷീൽഡ് ചെയ്യുന്നത് കോഴിയുടെ രക്തമല്ല, ആടിന്റെ രക്തമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ രക്തമാണ്. ഈ പകൽ എന്റെ കുടുംബത്തെ നോക്കി, എന്റെ തലമുറകളെ നോക്കി, എനിക്കുള്ള സകലത്തിനെ നോക്കി ഞാൻ യേശുവിന്റെ രക്തത്തെ ഈ പകൽ സംസാരിക്കുകയാണ്. We are serving notice. എന്റെ കുടുംബം യേശുവിന്റെ രക്തത്തിന്റെ കീഴിലാണ്. എന്റെ ജീവൻ യേശുവിന്റെ രക്തത്തിന്റെ കീഴിലാണ്. എന്റെ ബിസിനസ് യേശുവിന്റെ രക്തത്തിന്റെ കീഴിലാണ്. Oh, the blood of Jesus. Oh, the blood of Jesus. Oh, the blood of Jesus. ഇപ്പോൾ തന്നെ കുടുംബങ്ങളിനകത്തേക്ക് ഈ രക്തത്തിന്റെ ശക്തിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ രോഗശക്തികൾക്ക് ഇപ്പോൾ അഴിയാം. യേശുവിന്റെ രക്തത്താൽ ക്ഷീണങ്ങൾക്ക് മാറിപ്പോകാം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കരങ്ങളടിച്ച രക്തത്തിന്റെ ശക്തി ഏറ്റെടുത്താണ്. ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ പവറിനെ ഞങ്ങൾ ഇവിടെ യേശുവിൻ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. The blood of Jesus, the blood of Jesus, the blood of Jesus, the blood of Jesus, the blood of Jesus. Power,
രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി, യേശുവിൻ രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. There is power, power, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. ഓ റിയാം ശാഥന റിയാം ധരവശ റകാസിയാം ധരവശ ധരവശ. Power in the blood of Jesus. of the Lamb. There is power, power, in the precious യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. എന്റെ ഭാരങ്ങൾ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ മാറിപ്പോയ എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ അതുകൊണ്ട് ശക്തിയോടെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ശുദ്ധിക്കാം യേശുവിന്റെ രക്തം കഴുകലാം യേശുവിന്റെ രക്തം സൗഖ്യമാം യേശുവിനെ വീണ്ടെടുത്തു യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ശുദ്ധിക്കാം യേശുവിന്റെ രക്തം സൗഖ്യമായി യേശുവിന്റെ രക്തം കഴുകലായി യേശുവിനെ വീണ്ടെടുത്തു ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, രക്തം, 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 രക്തം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. Oh, the blood of Jesus, the blood, the blood, the blood, the blood, the blood of Jesus. There is power in the blood of Jesus. There is healing power. There is healing power in the blood of Jesus. യേശുവിന്റെ രക്തത്തിനകത്ത് സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. യേശുവിന്റെ രക്തം വിശുദ്ധീകരിക്കുന്നു. ഉറക്കെ പറഞ്ഞാൽ യേശുവിന്റെ രക്തം. നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറഞ്ഞാൽ യേശുവിന്റെ രക്തം.
പകൽ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. Thank you, Lord. കുറച്ച് സമയം കൂടെ ദൈവത്തിൽ ഇരുന്നാട്ടെ. Thank you, Holy Spirit. Thank you for the blood. അപ്പോൾ ഇനി ദൈവത്തോട് നന്ദി പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു നന്ദി, താങ്ക് യു ഫാദർ ഫോർ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കപ്പെടുമ്പോൾ, യാഗം ദൈവത്തിന് സ്വീകാര്യമാകുമ്പോൾ അതിൻ്റെ മേൽ തീയിറങ്ങും. പുതിയ നിയമത്തിൽ രക്തമർപ്പിക്കപ്പെട്ടു, യാഗം ദൈവസന്നിധിയിൽ സ്വീകാര്യമായി, സഭയുടെ മേൽ അഭിഷേകത്തിന്റെ തീയിറങ്ങി വന്നു. പ്രൈസ്. എപ്പോൾ നിങ്ങൾ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. വെളിപ്പാട് പുസ്തകം നമുക്ക് പെട്ടെന്ന് നിർത്താം. വെളിപ്പാട് പുസ്തകം 12:7-8 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12:7-8. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചില പവർഫുൾ ആയിട്ടുള്ള യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ചില ഡിക്ലറേഷൻസ് പറയാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 12:7-8. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. മതി, മനസ്സിൽ ഒന്നുകൂടെ വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചില്ല. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ ജയിച്ചില്ലതാനും. ഒരു യുദ്ധം, അവസാനത്തെ യുദ്ധം നടക്കുകയാണ് അവിടെ. മീഖായേലും ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടുകയാണ്. പടവെട്ടി, പക്ഷേ വചനം പറയുന്നു ജയിച്ചില്ലതാനും. യുദ്ധം നടന്നേക്കാം, യുദ്ധം ചെയ്തേക്കാം, പക്ഷേ ജയിക്കത്തില്ല. നിന്നെ ജയിക്കത്തില്ല. ദൈവരാജ്യത്തെ, ദൈവസഭയെ പിശാചിന് ജയിക്കുവാൻ കഴിയത്തില്ല. പിന്നെ പറയുന്നു സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല, പിന്നെ കണ്ടതുമില്ല, പിന്നെ കണ്ടതുമില്ല, പിന്നെ കണ്ടതുമില്ല. ഈ പകൽ ഞാൻ ദൈവസഭയെ നോക്കി പ്രവചിക്കുന്നു, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നീ കണ്ട പലതിനെയും ഇനി നീ കാണത്തില്ല, പിന്നെ കണ്ടതുമില്ല. ഈ പകൽ യേശുവിന്റെ രക്തം ചില പോരാട്ടങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്യുക. ചില രോഗശക്തികളെ ഈ പകൽ യേശുവിന്റെ ബ്ലഡ് വൈപ്പ് ഔട്ട് ചെയ്യുക. പിന്നെ കണ്ടതുമില്ല. ഈ വേർഡിനെ സഭയിലേക്ക് ഈ പകൽ പ്രവചിക്കുകയാണ്. പിന്നെ കണ്ടതുമില്ല, പിന്നെ കണ്ടതുമില്ല, പിന്നെ കണ്ടതുമില്ല. Thank you, Lord. പിന്നെ കണ്ടതുമില്ല. അവൻ മഹാശക്തിയോടെ പടവെട്ടി, പക്ഷേ ജയിച്ചില്ലതാനും. ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇത്. നീയും പിശാചുമായുള്ള യുദ്ധമല്ല, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. നീ പിശാചിനോട് പടവെട്ടുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പടവെട്ടുന്നത്. നിനക്ക് വേണ്ടി പടവെട്ടുവാൻ മീഖായേൽ, നിനക്ക് വേണ്ടി പടവെട്ടുവാൻ സ്വർഗത്തിലെ പ്രധാന ദൂതന്മാർ നിന്റെ പിന്നിൽ അണിനിരന്ന് നിൽക്കുകയാണ്. ബിക്കോസ് നീ ക്രിസ്തുവിന്റെ അംബാസിഡർ ആണ്. ഇവിടെ ഇരിക്കുന്ന റോയൽ അംബാസിഡേഴ്സിനെ നോക്കി പറയുന്നു, നിങ്ങളുടെ പിൻപിൽ അണിനിരന്ന് നിൽക്കുന്ന സ്വർഗത്തിന്റെ സൈന്യമുണ്ട്. ചാരവാന വൈഡജാന റീഖമാന വൈഡവാന റൂഡവാന വൈഡജാന റീഖമാന വൈഡജാന. പിന്നെ കണ്ടതുമില്ല,
പിന്നെ കണ്ടതുമില്ല. ആ പ്രതിസന്ധിയെ പിന്നെ കണ്ടതുമില്ല. ആ പോരാട്ടത്തെ പിന്നെ കണ്ടതുമില്ല. ആ രോഗത്തെ പിന്നെ കണ്ടതുമില്ല. ആ മുഴയെ പിന്നെ കണ്ടതുമില്ല. ആ ഗ്രോത്തിനെ പിന്നെ കണ്ടതുമില്ല. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ശരീരത്തിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത ഗ്രോത്തുകൾ ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ അപ്രത്യക്ഷമാവുക. Blood of Jesus, blood of Jesus. പിന്നെ കണ്ടതുമില്ല. Blood of Jesus. ഏത് പാപിയെയും ശുദ്ധീകരിക്കുവാൻ, ഏത് പാപത്തെയും ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. നിന്റെ ബ്ലഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ, ഗർഭനാശം വരുത്തുന്ന വെള്ളം, ഗർഭനാശം വരുത്തുന്ന ദേശം. പക്ഷെ പ്രവാചകൻ ഉപ്പിട്ടിട്ട് പറഞ്ഞു, ഇനി ഇത് നിമിത്തം ഗർഭനാശം ഉണ്ടാവുകയില്ല, ഇത് പഥ്യമാണ്. ഒരുപാട് നാളുകൾ സഞ്ചരിച്ചു വന്ന ഗർഭനാശം വരുത്തുന്ന, നാശം വരുത്തുന്ന ചിലതിന്റെ മുൻപിലേക്ക് പിതാവ് യേശുവിന്റെ രക്തത്തെ അവൻ ഒഴുക്കിയിട്ട് പറഞ്ഞു, ഇനിയും ഇവിടെ പാപം, മരണം ജീവിക്കത്തില്ല, ഗർഭനാശം ഉണ്ടാകത്തില്ല. കാരണം ആ സീനിലേക്ക് യേശുവിന്റെ രക്തം വന്നു. ദൈവസഭയെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സീനിലേക്ക് യേശുവിന്റെ രക്തത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വാദിക്കുവാൻ പിശാചിന് കഴിയില്ല. പിന്നെ വാദിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. Thank you, Jesus. ഈ പകൽ ചിലതിനെ കാണാത്ത രീതിയിൽ യേശുവിന്റെ രക്തം വൈപ്പ് ഔട്ട് ചെയ്യുക. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ചില ഡിക്ലറേഷൻസ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. നിന്റെ തലമുറയുടെ ഭാവിയോർത്ത് പേടിക്കണ്ട. They are under the blood of Jesus. ഞാൻ പറയുന്നതിനെ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക. ഇത് ഫുള്ള് പറയാൻ സമയമില്ല. ഇത് യേശുവിൻ്റെ ബ്ലഡിൻ്റെ ശക്തിയെക്കുറിച്ച് ഉള്ള പ്രഖ്യാപനങ്ങളാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കൺഫെഷൻസാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ ഫുള്ളായിട്ട് അയച്ചു തരാം. നിങ്ങൾക്കത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അത് ഫുള്ളായിട്ട് പറയാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയുക, The devil has no place in me, no power over me, no unsettled claims against me. All has been settled by the blood of Jesus. There is no unsettled claims against me. All has been settled by the blood of Jesus. My body is the temple of the Holy Spirit, redeemed, cleansed and sanctified by the blood of Jesus. Through the blood of Jesus, all my sins are forgiven. Through the blood of Jesus, I am redeemed out of the hand of the devil. Through the blood of Jesus, I am sanctified, made holy, set apart to God. Through the blood of Jesus, I am justified, made righteousness, just as if I had never sinned. Finally, Jesus is my wisdom. Jesus is my righteousness. Jesus is my sanctification. And Jesus is my redemption. എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. പിതാവേ, രക്തത്തിന്റെ ശക്തിക്കായി നന്ദി. ഇവർ കണ്ട ചിലതിന് ഇനി മുതൽ, ഈ നിമിഷം മുതൽ കാണാതിരിക്കാന്ന് യേശുവിൻ്റെ രക്തം അതിനെ നീക്കിക്കളഞ്ഞതിനായി സ്തോത്രം. പിന്നെ കണ്ടതുമില്ല. അവർ പടവെട്ടി ജയിച്ചതിലതാണ്. വിളിച്ചു പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം. പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ജയമാണ് എൻ്റെ ജയം.
യേശുവിന്റെ രക്തത്തിന്റെ ജയമാണ് എൻ്റെ ജയം. ഇനി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ഇതെന്നെ കൊണ്ട് പോകത്തുള്ളൂ എന്ന് പറയുന്നതിന് പകരം യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറയുക. രോഗത്തെ നോക്കി ഭയപ്പെടുന്നതിന് പകരം പറ, യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയം. ദ ബ്ലഡ് ഓഫ് ജീസസ്. നിങ്ങളുടെ ബ്ലഡിനെ, നിങ്ങളുടെ ശരീരത്തൂടെ ഒഴുകുന്നത് ക്രിസ്തുവിന്റെ റോയൽ ബ്ലഡാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ റോയൽ അംബാസഡേഴ്സ് ആണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. നിങ്ങൾ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയെ വഹിക്കുന്ന ദൈവമക്കളാണ്. ഇനി ഒരു അവസരത്തിൽ ഇതിന്റെ ബാക്കി പറയാം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. നിങ്ങൾ യേശുവിന്റെ രക്തത്തിനെ പറ്റി ധ്യാനിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാണല്ലോ, ഇവരെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. കൃപ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗ്രേസ് ബി വിത്ത്. കരങ്ങളെ